ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. നമ്മൾ ഇന്നൊരു പ്ലേ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ജോൺ മില്ലിങ്ടൺ സിഞ്ചിൻ്റെ ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്ന പ്ലേ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓഥറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കണം. ആരാണ് നമ്മുടെ ഓഥർ? എഡ്മണ്ട് ജോൺ മില്ലിങ്ടൺ സിഞ്ചാണ് നമ്മുടെ ഓഥർ. അദ്ദേഹം ഒരു ഐറിഷ് പ്ലേറിറ്റാണ്, പോയറ്റാണ്, അതുപോലെ റൈറ്ററാണ്, കളക്ടർ ഓഫ് ഫോക്ലോറാണ്, അതുപോലെ തന്നെ ഐറിഷ് ലിറ്റററി റിവൈവലിൻ്റെ ഒരു കീ ഫിഗർ കൂടിയാണ് നമ്മുടെ സിഞ്ച്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഇൻ ദ ഷാഡ് ഓഫ് ദ ഗ്ലെൻ, റൈഡേഴ്സ് ടു ദ സീ, ദ വെൽ ഓഫ് ദ സെയിൻസ്, ദ ടിങ്കേഴ്സ് വെഡ്ഡിംഗ് ഒക്കെയാണ്. ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്നത് 3 ആക്ടുള്ളൊരു പ്ലേ ആണ്. അതിൽ ഓരോ ആക്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് വളരെ ചുരുക്കത്തിലാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലേയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പ്ലേയിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ക്യാരക്ടർ ക്രിസ്റ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ക്രിസ്റ്റഫർ മാഹൻ എന്നാണ്. അദ്ദേഹം 20s ഒരു അട്രാക്റ്റീവ് മാൻ ആണ്. അദ്ദേഹം ഈ പ്ലേയിലേക്ക് വരുന്നത് അദ്ദേഹം തൻ്റെ ഫാദറായിട്ടുള്ള ഓൾഡ് മാഹനെ കൊലപ്പെടുത്തി എന്നൊരു കാര്യം റിവീൽ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, ഒരു ഹീറോ ആയിട്ടാണ്. അച്ഛനെ കൊലപ്പെടുത്തിയ ഒരാളെന്ന് പറയുമ്പോൾ നമ്മളെന്താണ് നമ്മൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു രീതിയിലായിരിക്കും നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹത്തിനെ ഒരു ഹീറോ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, ആ കൺട്രി റെസിഡൻസൊക്കെ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു കാഴ്ചപ്പാടിൽ, ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ഈ പ്ലേയിൽ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റി അല്ലെങ്കിൽ ക്രിസ്റ്റഫർ മാഹനാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഓൾഡ് മാഹനാണ്. നമ്മൾ പറഞ്ഞു ഓൾഡ് മാഹൻ ആരാണ്? ക്രിസ്റ്റിയുടെ അച്ഛനാണ്. അദ്ദേഹം ഒരു ഡ്രങ്കാർഡാണ്. അതുപോലെ ക്രിസ്റ്റിയുടെ ബോയ്ഹുഡിലൊക്കെ ത്രൂ ഔട്ട് ടെററൈസ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഈ പ്ലേയിലേക്ക് വരുന്നത് എപ്പോഴും നമ്മൾ ഈ പ്ലേയിൽ അദ്ദേഹത്തിനെ കാണുന്നത് ബ്ലീഡിങ് അല്ലെങ്കിൽ ബാൻഡേജ്ഡ് ഹെഡ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ഈ പ്ലേയിൽ ഉടനീളം കാണുന്നത്. അദ്ദേഹം ഒരു ആംഗ്രി മാൻ ആണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓൾഡ് മാഹനെ കാണുന്നത്. അടുത്ത ക്യാരക്ടർ വരുന്ന മൈക്കിൾ ജെയിംസ് ആണ്. മൈക്കിൾ ജെയിംസ് ഫ്ലഹേർത്തിയാണ്. പീഗൻ മൈക്കിൻ്റെ ഫാദറാണ് അദ്ദേഹം. അതുപോലെ ഈ പ്ലേ തുടങ്ങുന്നതൊക്കെ ഒരു പബ്ബിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ പബ്ബ് ഓൺ ചെയ്യുന്നത് നമ്മുടെ മൈക്കിൾ ജെയിംസ് ആണ്. ആ പബ്ബിലാണ് നമ്മുടെ പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. അദ്ദേഹവും എങ്ങനെയുള്ള ഒരാളാണ്? ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസും പ്രിൻസിപ്പിൾസും ഒക്കെ ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ കോംപ്രമൈസ് ചെയ്യാനൊക്കെ റെഡി ആയിട്ടുള്ള, ഹെവി ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന, ഹെവി ആയിട്ടുള്ള ഡ്രങ്കാർഡായിട്ടുള്ള ഒരു മനുഷ്യനാണ് മൈക്കിൾ ജെയിംസ്. പിന്നെ നമ്മൾ കാണുന്ന ഓണ ബ്ലേക്കിനെയാണ്. ബ്ലേക്ക് ഒരു ടീനേജർ ഗേളാണ്. നമ്മുടെ ഈ കൗണ്ടി മായോയിലാണ് നമ്മുടെ പ്ലേ നടക്കുന്നത്. അപ്പം കൗണ്ടി മായോയിലെ ഒരു റെസിഡൻ്റ് ആണ്, ഒരു ടീനേജറാണ് നമ്മുടെ ബ്ലേക്ക് എന്ന് പറയുന്നത്. ഇനി വരുന്ന ക്യാരക്ടറാണ് പീഗൻ മൈക്ക്. പീഗൻ മൈക്കിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. മൈക്കിൾ ജെയിംസിൻ്റെ മകളാണ് പീഗൻ മൈക്ക്. അവരുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് മാർഗരറ്റ് ഫ്ലഹേർത്തി പീഗൻ എന്നാണ്. 20s ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ പ്ലേയിൽ പറയുന്നുണ്ട്. എൻഗേജ്ഡ് ആയിരിക്കുന്നത് ഷോൺ കിയോ എന്ന് പറയുന്ന ഒരു ആളുമായിട്ടാണ്. പിന്നീട് ഇവർ നമ്മുടെ ക്രിസ്റ്റിയുമായിട്ട് എൻഗേജ്ഡ് ആവുന്നതൊക്കെ നമ്മൾ ഈ പ്ലേയിൽ കാണുന്നുണ്ട്. അവരെ ഒരു അടിപൊളി ക്യാരക്ടറായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അടിപൊളി പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള, നോട്ടബിൾ ബ്യൂട്ടിയൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മുടെ പീഗൻ മൈക്കിനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഈ ഒരു ക്വാളിറ്റീസൊക്കെ വെച്ചിട്ട് തന്നെ കൗണ്ടി മായോയുടെ ലിമിറ്റേഷൻസിന് ട്രാൻസിയൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാണ്, അവസാനം എത്തുമ്പോഴേക്കും അവർ ഈ ഒരു ലിമിറ്റേഷൻസിന്, അല്ലെങ്കിൽ ഈ കൗണ്ടിയെ താണ്ടിപ്പോവാൻ ഇൻകേപ്പബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്ന ക്യാരക്ടർ വിഡോ ക്യൂൻ ആണ്. വിഡോ ക്യൂൻ ഒരു സ്മാർട്ടായിട്ടുള്ള, ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഒരു വിഡോ ആണ്. കൗണ്ടി മായോയിലുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രായം കുറഞ്ഞ മറ്റ് സ്ത്രീകൾ, അതായത് ബ്ലേക്കൊക്കെ പോലുള്ള പ്രായം കുറഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ വിഡോ ക്യൂൻ. അപ്പോൾ ഇവരൊക്കെയാണ്. ഇനിയും കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പീഗൻ മൈക്കിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പയ്യൻ ഷോനൊക്കെ വരുന്നുണ്ട്. ഷോനും 20s ഒരു ഫെയർ യങ് ബോയ് ആണ്, ഫാറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്ലേ തുടങ്ങുമ്പോൾ അവൻ പീഗനുമായിട്ട് എൻഗേജ്ഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവനൊക്കെ വരുന്നുണ്ട് ക്യാരക്ടേഴ്സായിട്ട്. പിന്നെയും കുറച്ച് ജിമ്മി, സാറ, സൂസൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് ഓരോ ആക്റ്റിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്ട് 1 ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു എൻറ്റയർ പ്ലേ എവിടെയാണ് നടക്കുന്നത്? ഒരു പബ്ബ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹൗസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പബ്ബ് എവിടെയാണുള്ളത്? ഓൺ ദ വൈൽഡ് കോസ്റ്റ് ഓഫ് മായോ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ അയർലൻഡിലെ ഒരു വില്ലേജിൻ്റെ പേരെന്താണ്? സർക്ക. അതിൻ്റെ ഔട്ട്സൈഡിലാണ് ഈ മായോ കൗണ്ടി ഉള്ളത്.
അവിടെയുള്ളൊരു പബ്ബിൽ വെച്ചിട്ട്, മായോ കൗണ്ടിയിലെ ഒരു പബ്ബിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്ലേ നടക്കുന്നത്. നമ്മൾ ആദ്യം കാണുന്നത് ആരെയാണ്? പീഗൻ മൈക്കിനെയാണ്. പീഗൻ മൈക്ക് എന്ന് പറയുന്നത് ഈ പബ്ബിൻ്റെ ഓണറിൻ്റെ മകളാണ്. അവരൊരു ലെറ്റർ എഴുതുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിൻ്റെ ലെറ്ററാണ്? കുറച്ച് സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള, കുറച്ച് സപ്ലൈസ് ഓർഡർ ചെയ്യുന്ന ഒരു ലെറ്റർ. എന്തിനു വേണ്ടിയിട്ടുള്ള സപ്ലൈസാണ്? ഒരു കല്യാണം വരാൻ പോവാണ്. ആരുടെ കല്യാണം? അവളുടെ തന്നെ കല്യാണമാണ്. അവൾ ആരുമായിട്ട് എൻഗേജ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു? ഷോൺ എന്ന് പറയുന്ന പയ്യനുമായിട്ട് എൻഗേജ്ഡ് ആണ്. അപ്പോൾ അവരുടെ കല്യാണം വരാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സപ്ലൈസൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അവരുടെ ഫാദറായിട്ടുള്ള മൈക്കൽ ജെയിംസിന് കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു ഈവനിങ്ങിൽ. അപ്പോൾ അവളെ അവിടെ ആക്കിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇങ്ങനെ കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഷോൺ അങ്ങോട്ടേക്ക് വരികയാണ്. ഷോൺ അവിടെ നിന്ന് പേടിച്ചാണ് അകത്തേക്ക് കയറി വരുന്നത്. അതായത് പുറത്ത് ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ പുറത്ത് ഇരുട്ടിനെ പേടിച്ചിട്ടാണ് അയാൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ പീഗൻ അയാളോട് പറയുന്നുണ്ട്, ഓക്കെ നീ ഇവിടെ നിൽക്കുക, എൻ്റെ ഒപ്പം ഇവിടെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. പേടിയാണല്ലോ, പുറത്ത് ഇരുട്ടായതുകൊണ്ട് പേടിയാണെങ്കിൽ നീ എൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുകയാണ്. അവൾക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പം നീ എൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ ഷോൺ അത് റിഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ അത് ശരിയാവത്തില്ല, ഇംപ്രോപ്പറാണ്, നീ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ ഞാനിവിടെ നിൽക്കുന്നത് ഇംപ്രോപ്പറാണ് എന്ന് അയാൾ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ പറയുന്നത്, നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിഡോ ക്യൂനെ ഇങ്ങോട്ടേക്ക് അയക്കാം നിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഷോൺ ഒരു കാര്യം പറയുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് പുറത്ത് വെച്ചിട്ട് ഒരു പുരുഷൻ്റെ ഒരു സൗണ്ട് കേട്ടു എന്ന് പറയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈക്കൽ ജെയിംസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മൈക്കൽ ജെയിംസിൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഫില്ലിയും ജിമ്മിയും. അവർ ഡ്രങ്കണാണ്. അതുപോലെ തന്നെ അവരുടെ പോയ കാര്യം കഴിഞ്ഞിട്ടില്ല. എവിടെ പോയിരുന്നല്ലോ വൈകിട്ട്, ആ കാര്യം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടേക്ക് വന്നിട്ട് മൈക്കൽ ജെയിംസ് പറയുകയാണ് ഷോണിനോട്, നീ പീഗനോടൊപ്പം നിൽക്കുമോ എന്ന് പറയുകയാണ്. ഇപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ മോളുടെ കൂടെ നിന്നോളാൻ. എന്നിരുന്നാൽ പോലും ഷോൺ അത് റെഫ്യൂസ് ചെയ്യാണ്. അതായത് അയാളിങ്ങനെ റെഫ്യൂസ് ചെയ്യാനൊരു കാരണമുണ്ട്. അയാൾക്ക് പേടിയുണ്ട്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവർ ഒരുമിച്ച് നിന്നാൽ അത് ശരിയല്ലാണ്ടാവോ, ഇംപ്രോപ്പർ ആവോ, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? പാരിഷ് പ്രീസ്റ്റ് അവരുടെ കല്യാണത്തിന് എന്ത് ചെയ്യും? ഡിസപ്രൂവ് ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അയാൾക്ക് പേടിയുണ്ട്. അങ്ങനെ അയാൾ പെട്ടെന്ന് അവിടേക്ക് പോവാണ്, അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. പോയിട്ട് ഉടനെ തന്നെ അയാൾ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് പറയുന്നത്, നേരത്തെ ഒരാളുടെ സൗണ്ട് പുറത്ത് കേട്ടു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ പുറത്ത് ഒരാളിനെ കണ്ടു, ഞാൻ ഒരാളുടെ ഫേസ് കണ്ടു, ലുക്കിംഗ് അപ്പ് ഔട്ട് ഓഫ് ദ ഡിച്ച്, ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയുകയാണ് തിരിച്ചു വന്നിട്ട്. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്റ്റി മാഹൻ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അയാളെ നമ്മൾ കാണുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഭയന്നിട്ടാണുള്ളത്, ആകെ ഡേർട്ടിയാണ്. അയാളങ്ങനെ പബ്ബിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അയാൾ ഒരു ഷൈ ആയിട്ടുള്ള ഒരു യങ് മാനാണ്. അയാൾ ആ പബ്ബിലേക്ക് വന്നു. എന്നിട്ട് അയാൾ ആവശ്യപ്പെടുന്നത് അയാൾക്ക് കുറച്ച് സമയം ഇങ്ങനെ തീ കായണം എന്നാണ്. അങ്ങനെ അത് മാത്രമാണ് അയാളുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് അയാൾ പബ്ബിലേക്ക് വന്നത്. അങ്ങനെ കുറച്ച് നേരം തീ കഴിഞ്ഞതിന് ശേഷം അയാളൊരു കാര്യം റിവീൽ ചെയ്യാണ്. അയാൾ പറയുന്നത്, ഞാൻ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഓടി വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിലും ബാക്കി കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അയാൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ അയാൾക്ക് അവസാനം പറയേണ്ടി വരുന്നുണ്ട്, അയാളുടെ ഫാദറിനെ കൊന്നു, ഒരു ക്രൈം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ക്രൈമാണെന്നിങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. നീ അതാണോ ചെയ്തത്, ഇതാണോ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം അല്ല, ഞാൻ എൻ്റെ ഫാദറിനെ കൊന്നു എന്ന് അയാൾ അവസാനം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത്. ഈ മനുഷ്യൻ അച്ഛനെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെയുള്ള ഗ്രൂപ്പ്, ആ പബ്ബിലുള്ള ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ഭയങ്കര ഇംപ്രസ്ഡ് ആവുകയാണ് ഇത് കേട്ടിട്ട്. അതായത് സ്വന്തം അച്ഛനെ കൊല്ലാൻ പറ്റിയ ഒരു മനുഷ്യനോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആവുകയാണ്. മൈക്കൽ ജെയിംസ് പെട്ടെന്ന് ഒരു ജോലിയാണ്, സ്പോട്ടിലൊരു ജോലി ഓഫർ ചെയ്യുകയാണ് ഇയാൾക്ക് വേണ്ടിയിട്ട്. ഇതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് പോകുന്നുണ്ട്. മകൾക്ക് പീഗന് കൂട്ടായിട്ട് നമ്മുടെ ഷോൺ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അയാൾ ഫില്ലിയും ജിമ്മിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് പീഗൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ നിൽക്കുന്നതാണ്. അവർ ഷോണിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് പീഗൻ ഭയങ്കര അഡ്മയർഡ് ആവുന്നതാണ് ക്രിസ്റ്റിയിൽ. എന്നിട്ട് അയാളുടെ ഫിസിക്ക്, അയാളുടെ ഫേസ്, സ്പീച്ച്, കറേജ്, ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രിസ്റ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. ഭയങ്കര അൺഫെമിലിയർ ആയിട്ട് ഉള്ളൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ആ ഫീലിംഗ് ഓഫ് ബീങ് പ്രൗഡായിട്ടുള്ളൊരു സാധനമൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ വിഡോ ക്യൂൻ അങ്ങോട്ടേക്ക് വരുന്നതാണ്. വിഡോ ക്യൂൻ അറിഞ്ഞിട്ടുള്ളത്, അതായത് ക്രിസ്റ്റിയെ പറ്റി ഷോൺ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ വിഡോ ഇയാൾ എന്ത് ചെയ്യാണ്? സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ പീഗൻ എന്ത് ചെയ്യാണ്? അവരെ ഇൻസൾട്ട് ചെയ്ത് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. അവരവിടെ നിന്ന് പോയതിന് ശേഷം എന്ത് ചെയ്യാണ്?
അല്ലെങ്കിൽ പോകുന്ന പോക്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അവർ ചുമ്മാ അങ്ങ് പോകുന്നതല്ല, എന്തായാലും അവരെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ അവരെന്താണ്, ഇവളുടെ കല്യാണമൊക്കെ ആവാൻ പോവാണ്, അല്ലെങ്കിൽ ഷോൺ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കുകയാണ് എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ക്രിസ്റ്റി ആകെ എന്ത് ചെയ്യുകയാണ്, ഷോക്ക്ഡായി പോവുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. അതായത് അയാൾക്ക് ഇവളോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അപ്പോഴേക്കുമാണ് ഇവളുടെ കല്യാണം ആയി എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവളെന്ത് ചെയ്യാണ്, ഇത് കാണുന്ന ഇവളൊരു കാര്യം ഇവനോട് പറയുന്നുണ്ട്, ക്രിസ്റ്റിയോട് പറയുന്നുണ്ട്, ശരിയാണ് എൻ്റെ കല്യാണമൊക്കെ ആയി, പക്ഷെ നീ പേടിക്കണ്ട, എന്തായാലും ഞാൻ അയാളെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അഷ്വർ ചെയ്യുകയാണ്. എന്താണ് റീസൺ പറയുന്നത്, ഷോനെ പോലെ ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അയാൾ നേരത്തെ ഇരുട്ടിനെ പേടിച്ചിട്ടൊക്കെയാണല്ലോ ഉള്ളിലേക്ക് ഓടി വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് ക്രിസ്റ്റിക്ക് ഉറപ്പ് കൊടുത്തിട്ട് ഇവൾ ബെഡിലേക്ക് പോവാണ്. ഇങ്ങനെ അവൾ ബെഡിലേക്ക് പോയി. അപ്പോൾ ഇയാളും ഉറങ്ങാൻ പോവാണ്. ഉറങ്ങുന്നതിന് മുന്നേ അപ്പോൾ ക്രിസ്റ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഒരു കാര്യം, അതായത് അച്ഛനെ കൊല്ലുന്ന ഒരു പ്രവൃത്തി കൊണ്ട് തനിക്ക് ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഫോർച്യൂണും ഒക്കെ വന്നു ചേരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യാമായിരുന്നല്ലോ, അച്ഛനെ നേരത്തെ തന്നെ കൊല്ലാമായിരുന്നല്ലോ എന്നൊക്കെ ഇയാൾ ചിന്തിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ആക്ട് അവസാനിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിൽ നമ്മൾ കാണുന്ന അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും 3 വില്ലേജ് ഗേൾസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാണ്, അവരൊരു ഗോസിപ്പ് കേട്ടു. കഴിഞ്ഞ ദിവസം അവരൊരു ഗോസിപ്പ് കേട്ടു. അതിലുണ്ടായിരുന്ന, ആ ഗോസിപ്പിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ പറഞ്ഞു കേട്ട ആ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ആ പെൺപിള്ളേർ ഇയാളോട് ഭയങ്കര ഇങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ച് ഫ്ലോട്ട് ചെയ്തൊക്കെ നിൽക്കുകയാണ്. ഏതുവരെ, അൻറ്റിൽ നമ്മുടെ വിഡോക്യൂൻ അങ്ങോട്ടേക്ക് വരുന്നവരെ. അപ്പോഴേക്കും വിഡോക്യൂൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവരെന്താണ് പറയുന്നത്, അവർ വന്നിട്ട് പറയുന്നത്, ഞാൻ ക്രിസ്റ്റിയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എവിടെ, നമ്മുടെ ബീച്ചിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊരു സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിസ്റ്റിയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഇതിൽ ഇവരങ്ങോട്ട് വന്നതിൽ ഈ പെൺപിള്ളേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവരിങ്ങനെ തമാശ പറയുകയാണ്. അതായത് നമ്മുടെ ഈ വിഡോയും ക്രിസ്റ്റിയും നല്ലൊരു പെയറായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ തമാശ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ അച്ഛനെ കൊന്ന കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്രിസ്റ്റി പറയുന്നുണ്ട്. അയാൾ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചതെന്നാണ്. അതായത് തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഡോയെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് അച്ഛൻ വാഗ്ദാനം കൊടുക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു ആർഗ്യുമെൻറ്റ് ഭയങ്കര മോശമാകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, നമ്മുടെ അച്ഛൻ ഇവനെ കുത്താൻ വേണ്ടിയിട്ടൊരു കത്തി ഉയർത്തുന്നുണ്ട്. അപ്പോഴേക്കും ഇവൻ ഒരു എന്താണ് ഷാർപ്പായിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് ഈ ഓൾഡ് മാൻ്റെ തലയിൽ അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അയാളെ കൊല്ലുന്നത്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പീഗൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പീഗൻ അങ്ങോട്ടേക്ക് വന്ന് ഈ പെൺകുട്ടികളൊക്കെ കാണുന്നുണ്ട്. ഈ സ്ത്രീകളെ കാണുമ്പോൾ എല്ലാവരെയും പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. എന്നിട്ട് ക്രിസ്റ്റിയോട് പറയാണ്, നീ പെൺകുട്ടികളായിട്ട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അതിന് ശേഷം അവർ ഭയങ്കര റൊമാൻറ്റിക് അല്ലെങ്കിൽ ഭയങ്കര ടെൻഡർ വേർഡ്സിൻ്റെ ഒരു എക്സ്ചേഞ്ച്, അവർ നന്നായിട്ട് സംസാരിക്കുന്നതും അവർ പ്രണയത്തിലാവുന്നതും അല്ലെങ്കിൽ പ്രണയം പരസ്പരം ഷെയർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് അവിടേക്ക് ഷോണും നമ്മുടെ വിഡോക്യൂനും കൂടെ റീ എൻറ്റർ ചെയ്യുന്നതാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരോട് വന്നിട്ട് പീക്കനോട് പറയുന്നത് അവളുടെ ഷീപ്പുകൾ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ കൂട്ടം തെറ്റി പോയി എന്നാണ്. ഇത് കേൾക്കുന്ന ഉടനെ പീക്കൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്, അല്ലെങ്കിൽ റഷ്ഡ് ഔട്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാളെയും അതുപോലെ ഈ വന്നവരെയൊക്കെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ ഒറ്റയ്ക്കായ സമയത്ത്, ഇവൾ പുറത്തേക്ക് പോയ സമയത്ത് നമ്മുടെ ഷോൺ ക്രിസ്റ്റിക്ക് ഒരു ഓഫർ വയ്ക്കുകയാണ്. അതായത്, നീ ഈ സ്ഥലം വിട്ട് പോവാം, ഇവിടുന്ന് പോവാമെന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു 1 വേ ടിക്കറ്റും അതുപോലെ എൻ്റെ എല്ലാ നല്ല ക്ലോത്ത്സും നിനക്ക് തരാമെന്ന് പറയുകയാണ്. എങ്കിലും നീ ഈ വില്ലേജ് വിട്ട് പോകണം, നിനക്കത് സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്റ്റി ഈ ഒരു ഓഫർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓഫർ റിജക്റ്റ് ചെയ്തെങ്കിലും നമ്മുടെ ഈ ഒരു വിഡോക്യൂൻ എന്താണ് ചെയ്യുന്നത്, അവരിങ്ങനെ എൻകറേജ് ചെയ്യുകയാണ്. അതായത് ഷോൻ്റെ ക്ലോത്ത്സ് നീ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിങ്ങനെ എൻകറേജ് ചെയ്യുകയാണ്. അങ്ങനെ ഓക്കെ, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് നമ്മുടെ ക്രിസ്റ്റി എഗ്രി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആ റൂം വിട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതാണ്. ക്രിസ്റ്റി പുറത്തേക്ക് പോയി, ഇവിടെ ഷോനും വിഡോക്യൂനും മാത്രമായി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ കാണുന്നത്. ഷോൺ നമ്മുടെ ഈ വിഡോക്യൂനോട് അല്ലെങ്കിൽ വിഡോയോട് സംസാരിക്കുന്നുണ്ട്. ഇവരോട് പറയുന്നത്, ഇവരുടെ ഈ ബന്ധത്തിൽ, അതായത് ക്രിസ്റ്റിയും പെജീനുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഇടപെട്ടിട്ട് അതിലെങ്ങനെയെങ്കിലും ഇൻ്റർഫെയർ ചെയ്യാൻ പറ്റിയാൽ നിനക്ക് ഞാൻ കുറേ ആനിമൽസിനെയും കുറേ വെൽത്തും ഒക്കെ തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ സമ്മതിക്കുകയാണ്. ഇവർ ഈ കരാറ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്യുകയാണ്.
അപ്പോൾ ഇവർ പറയുന്നത് ഓക്കെ, ഞാൻ ക്രിസ്റ്റിയെ എന്ത് ചെയ്യാം, വശീകരിക്കാം, എന്നിട്ട് അയാളെ വിവാഹം കഴിക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, പിജീനെ ഇയാൾ വിവാഹം കഴിക്കുന്നത് തടഞ്ഞിട്ട് ഇയാളെ ഞാൻ വശീകരിച്ച് ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ കുറേ ആനിമൽസിനെയും വെൽത്തും ഒക്കെ തരാമെന്ന് ഷോനും പറയാണ്. അപ്പോൾ നമ്മുടെ വിഡോ ക്യൂൻ ഈ ഒരു അഗ്രിമെൻറ്റുമായിട്ട് എന്ത് ചെയ്തു, എഗ്രി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഷോൺ അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ക്രിസ്റ്റി ഷോണിൻ്റെ ക്ലോത്ത്സൊക്കെ വെയർ ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു കാഴ്ച കണ്ട് അയാൾ ഞെട്ടിത്തെറിച്ച് പോവാണ്. എന്താണ് ആ കാഴ്ച? വിൻഡോയുടെ പുറകിൽ അയാളുടെ അച്ഛനെ കാണുകയാണ്. അയാൾ കൊല ചെയ്ത അയാളുടെ അച്ഛൻ്റെ സ്പിരിറ്റ് എന്നാണ് അയാൾ കരുതുന്നത്. അങ്ങനെ അച്ഛൻ നമ്മുടെ ഓൾഡ് മാഹനെ കാണുകയാണ് വിൻഡോയുടെ പുറകിലായിട്ട്. അതിനുശേഷം നമ്മുടെ ഓൾഡ് മാഹൻ അവിടേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ഇയാൾ പതുങ്ങുകയാണ്, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് മാഹൻ പ്രവേശിക്കുകയാണ്. അയാൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? തലയിൽ അത്രയും ബ്ലഡാണ്, തലയിൽ ഫുള്ളും ബ്ലഡാണ്, ഒരു ബാൻഡേജൊക്കെ ചുറ്റിയിട്ടുണ്ട്. അയാൾ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ വിഡോ ക്യൂനോട് സംസാരിക്കുകയാണ്. വിഡോ ക്യൂനോട് എന്താണ് സംസാരിക്കുന്നത്? ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ആരെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ക്രിസ്റ്റിയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരെയാണ്? ക്രിസ്റ്റിയാണ് ചോദിക്കുന്നത്. ക്രിസ്റ്റിയെ പറ്റി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരാളിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ ഡിസ്ക്രിപ്ഷന് മാച്ച് ആവുന്ന ഒരാളെ നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിഡോ പറയുന്നത്, ഞാൻ കണ്ടു, ഒരു പയ്യൻ അവിടെ സ്റ്റീമർ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കടവിൽ വെയിറ്റ് ചെയ്യുന്നത്, ആവിക്കപ്പൽ, അതാണ് സ്റ്റീമർ പിടിക്കാൻ വേണ്ടി കടവിൽ ഒരു പയ്യൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടു, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്, കടവിലേക്ക് പറഞ്ഞു വിടുകയാണ്. മാഹൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയാൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ക്രിസ്റ്റി ആകെ പാനിക്കാവുകയാണ്. അതായത് അയാൾ വിചാരിക്കുന്നത് അയാളുടെ ഫാദർ എന്താണ്, ഉയർത്തെഴുന്നേറ്റു എന്നാണ്, ഫാദറിൻ്റെ റിസറക്ഷൻ ആണിതെന്നാണ് അയാൾ കരുതുന്നത്. അയാൾ കൊന്ന ഫാദർ തിരിച്ചു വന്നു. അപ്പോൾ അതിൽ അയാൾ ഭയങ്കര പാനിക്ഡ് ആവുകയാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾക്കറിയാം അച്ഛനെ കൊന്ന ഒരു മനുഷ്യൻ എന്ന ആ ഒരു പേരിലുള്ള ഒരു അഡ്മിറേഷനാണ് പീഗൻ അയാളോടുള്ളത്. പോവും അല്ലേ? അപ്പോൾ അച്ഛനെ കൊന്ന ആളല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അറിയുമ്പോൾ അവൾ അയാളെ വിട്ടു പോവുമോ, അയാളോടുള്ള ആരാധനയൊക്കെ അവൾക്ക് അവസാനിക്കുമോ എന്നൊക്കെ ഇയാൾക്ക് പേടിയുണ്ട്. എന്നിട്ട് ഇയാൾ നമ്മുടെ വിഡോയോട് ചോദിക്കുകയാണ്, ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു പബ്ബിൻ്റെ ഓണറാവും, മാസ്റ്ററാവും. ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രിവിലേജസ് ഒക്കെ കിട്ടും, എന്നെ ഇപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് നമ്മുടെ വിഡോയും അയാളോട് സമ്മതിക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് രാവിലെ വന്ന ആ പെൺകുട്ടികൾ വീണ്ടും വരികയാണ്. എന്നിട്ട് ക്രിസ്റ്റിയെ വിളിച്ചുകൊണ്ട് പോകാനാണ് അവർ വരുന്നത്. താഴെ ബീച്ചിൽ സ്പോർട്സ് കോമ്പറ്റീഷൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ക്രിസ്റ്റിയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് അവർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിഡോ ഒരു കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിഡോ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും, പെജീൻ ഇയാളെ ഡ്രോപ്പ് ചെയ്യും. ആ സമയത്ത് ഇയാൾ ഇവഞ്ച്വലി തൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്ന് വിഡോ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ സെക്കൻഡ് ആക്ട് അവസാനിക്കുകയാണ്. ഇനി തേർഡ് ആക്റ്റിൽ നമ്മൾ കാണുന്നത് ജിമ്മിയും ഫില്ലിയും പബ്ബിലേക്ക് വരുന്നതാണ്. അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അവരെന്താണ് സംസാരിക്കുന്നത്? ആ ഒരു കോമ്പറ്റീഷൻ, നേരത്തെ നടന്ന കോമ്പറ്റീഷനിൽ ക്രിസ്റ്റി എങ്ങനെ ഡോമിനേറ്റ് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അതേസമയം അവർ ഇതും കൂടി പറയുന്നുണ്ട്, ഓക്കെ, ഗെയിമിൽ അവൻ ഡോമിനേറ്റ് ചെയ്തു ശരിയാണ്, പക്ഷേ അവൻ്റെ ഈ പാട്രിസൈഡിനെ പറ്റിയുള്ള ഈ പൊങ്ങച്ചം, ഞാൻ അച്ഛനെ കൊന്നതാണ് എന്നുള്ള ഈ പൊങ്ങച്ചം കേട്ട് മടുത്തു, അതിങ്ങനെ നമ്മുടെ അനോയ് ചെയ്യിക്കുന്നുണ്ട്, ഞങ്ങൾക്കിത് ഭയങ്കര അനോയിങ് ആയി മാറുന്നുണ്ട് അയാളുടെ ആ ഒരു പൊങ്ങച്ചം എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് വീണ്ടും ഓൾഡ് മാഹൻ പബ്ബിലേക്ക് വരുന്നതാണ്. പബ്ബിലേക്ക് വന്നിട്ട് അയാളുടെ ഈ മുറിവൊക്കെ അവിടെ ഇരിക്കുന്ന മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും മകനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? നമ്മുടെ ഫില്ലിയും ജിമ്മിയും ഒക്കെ ഉണ്ട്. അപ്പം ഇയാൾ പിന്നെയും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ ഫില്ലിക്കും ജിമ്മിക്കും എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്കിങ്ങനെ സംശയം തോന്നുന്നു എന്ന് കണ്ട ഉടനെ നമ്മുടെ വിഡോ ക്യൂൻ എൻ്റർ ചെയ്യുകയാണ്. അവരെന്ത് ചെയ്യാണ്? അവർ പറയുന്നത്, ജിമ്മിയോടും ഫില്ലിയോടും പറയുന്നത് ഇയാൾ ക്രേസിയാണ്, ഇയാൾക്ക് ഭ്രാന്താണ് എന്നാണ് പറയുന്നത്. അതുപോലെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ക്രിസ്റ്റിയുടെ കഥയൊക്കെ പറയുന്നുണ്ട് അവിടെ. എന്നിട്ട് ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇവർ പിന്നെയും കൂടുതൽ കാര്യങ്ങൾ ഓൾഡ് മാഹനോട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിഡോ എന്ത് ചെയ്യാണ്? അവിടെ ഇടപെട്ടിട്ട് അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ അവർ നമ്മുടെ പബ്ബിൽ നിൽക്കുന്ന സമയത്ത് ബീച്ചിൽ നിന്ന് കുറേ ശബ്ദവും ആരവവും ചിയറിങ് ഒക്കെ കേൾക്കാം. അപ്പോൾ ഈ സൗണ്ട് കേട്ടുകൊണ്ട് മാഹനും എന്ത് ചെയ്യാണ്? വിൻഡോ കൂടി അങ്ങോട്ടേക്ക് നോക്കുകയാണ്, ആ കോമ്പറ്റീഷൻ നടക്കുന്ന അവിടേക്ക് നോക്കുകയാണ്. എന്തിനാണ് നോക്കുന്നത്? അപ്പം കോമ്പറ്റീഷൻ്റെ ചാമ്പ്യൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റിയെ കാണുന്നുണ്ട്. ക്രിസ്റ്റിയാണല്ലോ ചാമ്പ്യൻ. അപ്പോൾ ക്രിസ്റ്റിയെ കാണുന്നുണ്ട്. ക്രിസ്റ്റിയെ തിരക്കിയാണ് ഇയാൾ നടക്കുന്നതും. അപ്പോൾ വിഡോ എന്ത് ചെയ്യാണ്? വിഡോ
ഇയാളോട് പറഞ്ഞിങ്ങനെ കൺവിൻസ് ചെയ്യാണ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാണ്. വിഡോ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെഡ് ഇഞ്ചറി ഉണ്ടല്ലോ, അത് കാരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുന്നത് പോലെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അയാളും ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഒരു ഇൻസെയിൻ അസൈലത്തിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് അയാളും അവിടെ നിന്ന് പോവും. അവരുടെ പിറകെ എന്ത് ചെയ്യും, ജിമ്മിയും ഫില്ലിയും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇയാളുടെ പിറകെ. ഇനി നമ്മൾ കാണുന്നത് ക്രിസ്റ്റിയും പെജീനും ആ ക്രൗഡിൽ എൻ്റർ ചെയ്യുന്നതാണ്. ആ ക്രൗഡ് എന്താണ് ചെയ്യുന്നത്, ക്രിസ്റ്റിയുടെ ആ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്, ബീച്ചിൽ നടക്കുന്ന ഫൈനൽ കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ക്രിസ്റ്റി പെജീനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, മാരേജിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, അവളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ മൈക്കൽ ജെയിംസ് എപ്പോഴത്തെയും പോലെ ഇപ്പോഴും മദ്യപിച്ചിട്ടുണ്ട്. കൂടെ ആരുണ്ട്, ഷോനുമുണ്ട്. അവർ എൻ്റർ ചെയ്യുന്നതാണ്. എന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത്, തൻ്റെ മകളുടെ മേലെ ക്രിസ്റ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ അച്ഛന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിൽ അദ്ദേഹം ഇറിറ്റേറ്റഡ് ആണ്. ആ കാര്യമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മൈക്കലിന് നമ്മുടെ ഷോൺ അവളെ വിവാഹം കഴിക്കണം എന്നാണ്. അപ്പോൾ ഷോനോട് പറയുന്നുണ്ട്, ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, നീ തന്നെ അവളെ വിവാഹം കഴിക്കണമെന്ന്. എന്നിട്ട് ഷോനോട് എൻകറേജ് ചെയ്യാണ്, നീ എന്ത് ചെയ്യണം, അവൾക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റിയോട് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻകറേജ് ചെയ്യാണ്. പക്ഷേ ഷോൺ പറയുന്നത് അയാൾക്ക് അതിൽ എന്താ താല്പര്യമില്ലായ്മയല്ല, അയാളുടെ ഒരു ഭീരുത്വമാണ്, അയാൾക്ക് അതിനുള്ള ധൈര്യമില്ല ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവരവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം എന്ത് ചെയ്യണം, നമ്മുടെ മൈക്കിൾ എന്തായാലും നമ്മുടെ ക്രിസ്റ്റിയുടെയും പെജീൻ്റെയും ആ ഒരു മാച്ചിനെ ബ്ലസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇനി നമ്മൾ പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഓൾഡ് മാഹൻ പബ്ബിലേക്ക് പൊട്ടിത്തെറിച്ച മാതിരി ഓടി കയറുകയാണ്. എന്നിട്ട് ക്രിസ്റ്റിയെ എന്ത് ചെയ്യാൻ നോക്ക് ഹിം ഡൗൺ. എന്നിട്ട് ഈ വയസ്സായ മനുഷ്യൻ എന്താണ് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഇത് കേൾക്കുന്ന പെജീൻ അപ്പം തന്നെ ക്രിസ്റ്റി എന്ത് ചെയ്യാണ്, നിരാകരിക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റി എന്ത് ചെയ്യാണ്, ഇവളോടും അതുപോലെ തന്നെ ക്രൗഡിനോടും ബെഗ്ഗിയാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് മാപ്പിന് വേണ്ടിയിട്ട് ബെഗ്ഗിയാണ്. പക്ഷേ എന്താണ്, നമ്മുടെ പെജീനും അതുപോലെ തന്നെ ക്രൗഡും ഇയാൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇത്രയൊക്കെ ആവുമ്പോൾ നമ്മുടെ പെജീൻ മാഹനോട് പറയുന്നത് നിങ്ങളുടെ മകനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ക്രിസ്റ്റി നമ്മുടെ മാഹനെ റെസിസ്റ്റ് ചെയ്യാണ്. അവിടെ കൂടി നിൽക്കുന്ന ആ ഒരു ക്രൗഡാവട്ടെ അച്ഛനും മകനും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവസാനം ഈ ക്രിസ്റ്റി എന്ത് ചെയ്യാണ്, ഒരു സ്പേഡ് എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനെ പബ്ബിൽ നിന്ന് എന്ത് ചെയ്യാണ്, ചേസ് ചെയ്യാണ്, പുറത്തേക്ക് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ഒരു സ്പേഡ് ഉയർത്തിക്കൊണ്ട് പബ്ബിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടവും പുറത്തേക്ക് എന്ത് ചെയ്യാണ്, റഷ് ചെയ്യാണ് പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ. ഇനി നമ്മൾ കാണുന്നത് കാര്യങ്ങൾ ഓഫ് സ്റ്റേജിലാണ് സംഭവിക്കുന്നത്. ഓഫ് സ്റ്റേജിലൊരു ലൗഡ് ക്രൈ കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സൈലൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റിയെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്റ്റി ആകെ പേടിച്ചൊരവസ്ഥയിലാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ ക്രൗഡ് അയാൾക്ക് നേരെ തിരിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഡോ ക്യൂൻ അയാളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രൗഡ് എല്ലാം ഇയാളുടെ നേരെ തിരിഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാളെ വിഡോ ക്യൂൻ എന്ത് ചെയ്യാണ്, പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ ക്രിസ്റ്റി വിചാരിക്കുന്നത്, അപ്പോൾ പെജീന് ഇയാളെ ഇഷ്ടമായത് അച്ഛനെ കൊന്ന ആൾ എന്നുള്ള ഒരു ഹീറോയിസം ഒക്കെ കാരണമാണ്. അപ്പോൾ അച്ഛനെ ശരിക്കും കൊന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ അയാളെ ഉപേക്ഷിച്ചു. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് വെച്ചാൽ, വിഡോ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ ഇയാൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി പെജീന് എന്നെ ഇഷ്ടമാവും, ഇപ്പം ഞാൻ ശരിക്കും അച്ഛനെ കൊന്നല്ലോ, അപ്പോൾ പെജീന് എന്നെ ശരിക്കും ഇഷ്ടമാവും, എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവും എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ അയാളുടെ ആ കണക്കുകൂട്ടൽ തെറ്റി. ഇനി എന്താണ് സംഭവിക്കുന്നത്, ഡോർവേ നിന്നുകൊണ്ട് മൈക്കിളും ഫില്ലിയും അതുപോലെ പെജീനും ഒരു ലൂപ്പ് ഓഫ് റോപ്പ് ക്രിസ്റ്റിക്ക് നേരെ എറിയാണ്. എന്നിട്ട് അയാളുടെ ആംസും ടോസ്കോയൊക്കെ ഇങ്ങനെ കൺഫൈൻ ചെയ്യാണ്. അപ്പോൾ ക്രിസ്റ്റി വീണ്ടും പെജീനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത്, ഇല്ല, പറ്റില്ല, കാരണം ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗാലസ് സ്റ്റോറി ആൻഡ് ഡേർട്ടി ഡീഡ് എന്നാണ് പറയുന്നത്. ഒരു ഗാലസ് ആയ സ്റ്റോറിയും അതുപോലെ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു പ്രവൃത്തിയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. നീ അന്ന് ഒരു ഗാലസ് ആയ സ്റ്റോറി പറഞ്ഞു, അതിൽ ഞാൻ വിശ്വസിച്ചു. ഇപ്പം നീ ചെയ്തിരിക്കുന്നൊരു ഡേർട്ടി ഡീഡാണ്, ഇത് തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇതിനെ ഞാൻ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ കയറുകൊണ്ട് മുറുക്കി ഇയാൾ ഫ്ലോറിൽ കിടക്കുകയാണ്. ഫ്ലോറിൽ കിടന്നുകൊണ്ട് ക്രിസ്റ്റി എല്ലാവരെയും ഭീഷണിപ്പെടുത്താണ്, നിങ്ങളെല്ലാവരെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ത്രട്ടൻ ചെയ്യുകയാണ്. അതുപോലെ ഷോണിൻ്റെ കാലിൽ കടിക്കുന്നുണ്ട്. ഈ സമയം പെജീൻ വന്നിട്ട് ഒരു ഹോട്ട് പോക്കർ വെച്ചിട്ട് ക്രിസ്റ്റി എന്ത് ചെയ്യാണ്, ബേൺ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, തൂക്കിലേറ്റി കഴിഞ്ഞാൽ, ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സാറ്റാനിൽ നിന്ന് തനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു വെൽക്കം
എന്ത് നല്ല വെൽക്കം ആയിരിക്കും എന്നതിനെ പറ്റിയൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഓൾഡ് മാഹനാവട്ടെ ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് അയാളുടെ മകനെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ക്രിസ്റ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ക്രിസ്റ്റി ചോദിക്കുന്നത്, ഈ മനുഷ്യൻ പിന്നെയും വന്നോ, മൂന്നാമതും കൊല്ലപ്പെടാനായിട്ട് ഈ മനുഷ്യൻ പിന്നെയും വന്നോ എന്നാണ് ചോദിക്കുന്നത്. ആ സമയം നമ്മുടെ ഓൾഡ് മാഹൻ അവിടെ കൂടി നിൽക്കുന്ന ആ ഗ്രൂപ്പിനോട് പറയുന്നതെന്ന് വെച്ചാൽ, താനും ക്രിസ്റ്റിയും ഇനി വരും കാലങ്ങളിൽ കൗണ്ടി, അതായത് മായോ കൗണ്ടിയിലെ വില്ലനിയെ പറ്റി സംസാരിക്കും. തേർഡ് വില്ലനി, അതായത് ഇനി വരാൻ പോകുന്ന വില്ലനിയെ പറ്റി ഇനി വരുന്ന വർഷങ്ങളിൽ സംസാരിക്കും എന്നൊക്കെയാണ് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ക്രിസ്റ്റി മാഹനുമായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അയാളിങ്ങനെ റഫ്ലി പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്? അതായത് അയാളുടെ ഡിപ്പാച്ചർ എന്താണെന്നാണ്, അല്ലെങ്കിൽ എന്തുപോലെയാണെന്നാണ് പറയുന്നത്. എ ഗാലൻ ക്യാപ്റ്റൻ വിത്ത് എസ് ഹീതൻ സ്ലേവ് എന്നാണ് പറയുന്നത്. അപ്പം തൻ്റെ മകനുണ്ടായ ഈ ഒരു മാറ്റം കണ്ടിട്ട് ഓൾഡ് മാഹന് ഭയങ്കര അമേസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ സന്തോഷവും തോന്നുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഒരുമിച്ച് പോകുന്നുണ്ട്. ഇത്രയൊക്കെ ആയപ്പോൾ നമ്മുടെ ഷോൺ വന്നിട്ട് പെജീനോട് സംസാരിക്കുന്നുണ്ട്. എന്താണ്, തങ്ങളുടെ വെഡ്ഡിങ് എൻഗേജ്മെൻറ്റിനെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. ആ സമയത്ത് അവൾ എന്താണ് ചെയ്യുന്നത്, ഷീ ബോക്സ് ഷോൺസിയോ, എന്നിട്ട് അയാളോട് പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അയാളെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു വിട്ടതിന് ശേഷം അവൾ ഭയങ്കര വൈൽഡായിട്ട് കരയുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് കരയുന്നത്? അവളെ ലെമൻറ്റ് ചെയ്യാണ്. അവളിങ്ങനെയാണ് പറയുന്നത്, ഷീ ഹാസ് ലോസ്റ്റ് ദ ഒൺലി പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ വേൾഡിലെ ഒൺലി പ്ലേ ബോയ്, അവനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ ലെമൻറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്ലേ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേയുടെ സമ്മറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നോട്ട്സൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.